വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ബംഗാളി സ്വീറ്റായ മാൽപുവയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 2 കപ്പ്, റവ 1 കപ്പ്, പഞ്ചസാര 1 കപ്പ്, ഉപ്പ് 1/2 ടീസ്പൂൺ, ചെറിയ ചൂടുവെള്ളം 2 കപ്പ്, ആവശ്യത്തിന് ഓയിൽ. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എല്ലാം അളന്നെടുത്തിരിക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് ആദ്യം മൈദ ഇടാം. അതിൻ്റെ മീതെ റവ, എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച്, ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി ചെറിയ ചൂടുവെള്ളം അല്പാൽപമായി ഇങ്ങനെ ഒഴിച്ച് ഇതേ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം. അതായത് നമ്മൾ ഇഡ്ഡലിയൊക്കെ ചുടുമ്പോൾ ഇഡ്ഡലിയുടെ മാവുണ്ടല്ലോ, അതേ രീതിയിൽ വരണം ഈ മാവ്. അധികം അഴഞ്ഞു പോകാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല, ശരിക്കും ഇഡ്ഡലി മാവിൻ്റെ പോലെ. ഇനി ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. റവയൊക്കെ ഇതിൽ നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇതിൽ അല്പം കട്ടി കൂടിയെന്ന് തോന്നിയാൽ നിങ്ങൾ അല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ മതി. കട്ടി കൂടിയെന്ന് തോന്നിയാൽ മാത്രം, അതും തണുത്ത വെള്ളം ഒഴിക്കരുത്, ചെറിയ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഇനി നമുക്ക് മാൽപുവ തയ്യാറാക്കാം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. മാൽപുവ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ശരിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തത്. ഇപ്പോൾ മാൽപുവ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും എടുത്ത് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള മാൽപുവ റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ബാച്ചിലേഴ്സിനൊക്കെ ഇത് വളരെ ഈസിയായി ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.